കക്കോടിയിലെ ഈ അർജുൻ്റെ വീട്ടിൽ നിന്നാണ് സമീർ ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ, ആ വീട്ടിലെ ഒരു അവസ്ഥ എന്താണ്, വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ഇപ്പോൾ അപകടം നടന്നിട്ട് 5 ദിവസമാകുന്നു. ഇതുവരെയും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയ ഒരു പ്രതിസന്ധി, വലിയ ഒരു ഭീതിയിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത്. ഇപ്പോൾ അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ആ തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഈ കുടുംബത്തെ വിളിക്കുകയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ ചേരുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭ്യമാവുന്ന വിവരങ്ങൾ? അവരിപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്, പുനരാരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അവിടെ തെരച്ചിൽ. ഈ തെരച്ചിലിൽ സംതൃപ്തി ഉണ്ടോ? സംതൃപ്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ മഴയാന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഒരാൾ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്താണ്. അവിടുത്തെ അത്രയും ഫെസിലിറ്റി ഉള്ളൊരു സ്ഥലമല്ലേ. നമ്മളൊക്കെ ഇന്ത്യയിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് ഒരാളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ലൊക്കേഷൻ വരെ അവർക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ആ സ്ഥലം ഒന്ന് അവർ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഒരു 2 ഹിറ്റാച്ചി വെച്ചിട്ടാണ് അവർ അത്രയും ദിവസം അത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു പ്രഷർ വന്നപ്പോഴാണ് ഒരു പിന്നെയും ചെയ്യുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെയും ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇനിയും സമയമില്ല. ഒരു 5 ദിവസം ആവാനായി. ഇപ്പോഴും ഒരു വിവരമില്ല ഒരാളെ പറ്റിയിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാണ് എനിക്ക് പറയാം. പറഞ്ഞു, നേവിക്കാർ വന്നു. അവർ വെള്ളത്തിലൊക്കെ നോക്കി അവർ പോയിന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കരയിലെ മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് എടുക്കാനാണ് ഒരു ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചൊവ്വാഴ്ച 15-ാം തീയതി രാത്രിയാണ് ഞാൻ വിളിച്ചത്. രാവിലെ വരെയൊക്കെ വർത്തമാനം പറഞ്ഞെന്ന് പറയുന്നുണ്ട് കൂടെ ഉള്ള ആൾക്കാർ. അപ്പോൾ എങ്കിലും എനിക്ക് പെട്ടെന്ന് കിട്ടണമെന്ന്. SKN, വലിയ ഒരു സങ്കടത്തിലാണ് ഈ കുടുംബമുള്ളത്. ഈ അധികാരികളെ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഒരു വിധത്തിലുമുള്ള നടപടിയും ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. എന്തായാലും ഇപ്പോൾ അവിടെ തിരച്ചിൽ നടക്കുന്നുണ്ട്. മതിയായ വിധത്തിലല്ല അവിടെ തിരച്ചിൽ നടക്കുന്നത്. അവിടെ കൂടുതൽ വാഹനങ്ങൾ, അതായത് മണ്ണുമാന്തി യന്ത്രങ്ങളും അതുപോലെ മണ്ണ് മാറ്റാനുള്ള വാഹനങ്ങളും ഒക്കെ അവിടെ എത്തിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. അതാണ് ഈ കാര്യങ്ങൾ ഇത്രമേൽ ആശങ്കപ്പെടുത്തുന്നത് എന്നുള്ള കാര്യമാണ് കുടുംബം പങ്കുവെക്കുന്നത്. ഭാര്യ കൃഷ്ണപ്രിയയാണ് നമ്മോട് പ്രതികരിച്ചത്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷയോടുകൂടെ കുടുംബം കാത്തിരിക്കുകയാണ്. ഇപ്പോൾ 5 ദിവസമാവുകയാണ് അപകടം നടന്നിട്ട്. വലിയ പ്രതീക്ഷ ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട്. അർജുന് ഒരു വിധത്തിലുള്ള അത്യാഹിതവും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. പ്രാർത്ഥനയിലാണ് ഈ കുടുംബം. SKN.